മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ പ്രതാപന് മാർക്കോയുടെ കയ്യിൽ നിന്ന് കിട്ടിയ തല്ലുകൊണ്ടൊന്നും മര്യാദയായിട്ടില്ല. വീണ്ടും തല്ല് കിട്ടാനുള്ള പണി തന്നെയാണ് പ്രതാപൻ ആലോചിക്കുന്നത്. അതിന് സപ്പോർട്ടായിട്ട് കരുണയും വാമദേവനും നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ കരുണ വീട് തുടയ്ക്കുന്ന ആ ഒരു വീഡിയോ ദുർഗ പ്രതാപൻ്റെ ഫോണിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പ്രതാപൻ്റെ അമ്മയെ വിളിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് അമ്മയൊന്ന് കാണാൻ. അങ്ങനെ പ്രതാപൻ്റെ അമ്മ വന്നിട്ട് പ്രതാപനോട് പറയുന്നുണ്ട്, എടാ ആ ദുർഗ ഇട്ട് തന്ന വീഡിയോ എവിടെയെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല അമ്മയെന്ന് പറയണം. ആ സമയത്ത് നീ വേഷം കെട്ടെടുക്കല്ലേ, എന്നോട് അവൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിൻ്റെ ഫോണിലേക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന്, അതെനിക്ക് കാണിച്ചു തരാൻ പറയുമ്പം ഈ പ്രതാപൻ പറയുന്നുണ്ട്, അമ്മ അത് കാണാതെ ഇരിക്കണേ നല്ലത്, അമ്മയ്ക്ക് അത് കണ്ടാൽ സഹിക്കാൻ പറ്റില്ല, എന്തായാലും ഞാൻ കാണട്ടെ എന്നും പറഞ്ഞ് ഈ പ്രതാപൻ്റെ അമ്മ ആ വീഡിയോ മേടിച്ച് കാണുമ്പോൾ തന്നെ പ്രതാപൻ്റെ അമ്മയ്ക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ കൂടി വരുന്നുണ്ട്. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, ഇതുകൊണ്ടാണ് ഞാൻ അമ്മയെ കാണിച്ചു തരാതിരുന്നത്, ഇപ്പം അമ്മയ്ക്ക് വിഷമമായില്ലേ എന്ന് ചോദിക്കുമ്പം ഈ പ്രതാപൻ്റെ അമ്മ എന്നാലും എൻ്റെ കുഞ്ഞിന് ഈ ഗതി വന്നല്ലോ എന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. പിന്നീട് പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, എടാ പ്രതാപ ഇതിനൊരു പ്രതിവിധി വേണ്ടേടാന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പം നീ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രതാപൻ്റെ കരണക്കുറ്റി നോക്കി ഒരെണ്ണം അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് പ്രതാപൻ പറയുന്നുണ്ട്, അമ്മ എന്തിനാ എന്നെ തല്ലണേന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കുഞ്ഞവിടെ കിടന്ന് കഷ്ടപ്പെടുക, അതിന് കാരണക്കാരൻ നീയാ, ഒരു ബന്ധം ഉണ്ടാക്കി കൊണ്ടുവന്നത് അത് മാത്രമാണോ, ഒരുത്തൻ്റെ നെഞ്ചത്തേക്ക് ലോറി ഓടിച്ച് കയറ്റി അവനെ കൊല്ലുകയും ചെയ്തു, അതിൻ്റെയൊക്കെ ശിക്ഷ എൻ്റെ കരുണമോൾ അവിടെ കിടന്ന് അനുഭവിക്കണം. എന്തായാലും ഇതിങ്ങനെ വിടാൻ പറ്റില്ലടാ പ്രതാപ. ഇങ്ങനെ ഇവർ ഒച്ചയെടുക്കുന്ന സമയത്ത് മോഹിനി അങ്ങോട്ട് വരുന്നുണ്ട്. മോഹിനിയെ കണ്ടതും പ്രതാപൻ്റെ അമ്മയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് മോഹിനിയോട് പറയുന്നുണ്ട്, നിനക്ക് സന്തോഷമായില്ലേടി, നിൻ്റെ മോൾ അവിടെ രാജ്ഞിയെ പോലെ ജീവിക്കുമ്പം എൻ്റെ മോൾ വെറും വേലക്കാരിയായിട്ടാണ് ജീവിക്കണേ, ഇന്നാടി കണ്ടു നോക്ക്, നിൻ്റെ കണ്ണ് നിറയട്ടെ എന്നും പറഞ്ഞ് ആ ഒരു വീഡിയോ മോഹിനിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. മോഹിനി അത് കണ്ടതും എന്ത് പറയണമെന്ന് അറിയാതെ രണ്ടുപേരെയും മാറി നോക്കിയിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് മോഹിനി അകത്ത് എന്നതും ഫോണെടുത്ത് മഹാലക്ഷ്മിക്ക് വിളിക്കുന്നുണ്ട്. മഹാലക്ഷ്മി ഫോണെടുത്തതും എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ, മോളെ എന്തൊക്കെയാണ് ഇവിടെ നടക്കണേ, കരുണ അവിടെ പെര തുടയ്ക്കണ വീഡിയോയെ ആരോ കരുണയുടെ അച്ഛനും മുത്തശ്ശിക്കും ഇട്ട് കൊടുത്തിട്ട് അവരിവിടെ കിടന്ന് അതും പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതൊന്നും അമ്മ മൈൻഡ് ചെയ്യാൻ പോകണ്ട, എന്തായാലും കരുണയെ നല്ലൊരു ഭാര്യയും നല്ലൊരു മകളും മരുമകളൊക്കെ ആക്കിയിട്ടേ ഞാനും കണ്ണേട്ടനും പിന്നോട്ടുള്ളൂ. ഇപ്പോൾ അവൾക്കതൊരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നും, പക്ഷേ ഭാവിയിൽ അവൾക്കത് ഉപകാരപ്പെടുമെന്ന് പറയുമ്പം മോഹിനി പറയുന്നുണ്ട്, അത് മോള് പറഞ്ഞത് നേരാ, പക്ഷേ കരുണയുടെ അച്ഛനും മുത്തശ്ശിക്കും അതൊന്നും മനസ്സിലാവില്ല, അവരെപ്പോഴും കരുണ സന്തോഷമായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കണം, ഇതുവരെയും കരുണ ഒരു ജോലിയും ചെയ്തിട്ടില്ലല്ലോ, ഇപ്പോൾ കരുണ ജോലി ചെയ്യുന്നത് കണ്ടിട്ട് അവർക്ക് സഹിക്കണില്ല, അവരെന്തിനും മടിക്കില്ല കേട്ടോ മോളെ. ആ സമയം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അവരെന്ത് ചെയ്യാനാ, അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്യട്ടെ, എന്തായാലും ഞങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാ തീരുമാനം, അമ്മ ഇതിലൊന്നും ഇടപെടാനും നിൽക്കണ്ട, അവരോട് മറുപടി പറയാനും നിൽക്കണ്ടെന്ന്. പിന്നീട് ഫോൺ വെച്ചതും കണ്ണം വരുമ്പം മഹാലക്ഷ്മി ഈ മോഹിനി വിളിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട്, കരുണ പണിയെടുക്കണ കണ്ടിട്ട് അവർക്ക് സഹിക്കാൻ പറ്റുണ്ടാവില്ല, എന്നാലും ആ വീഡിയോ ആരായിരിക്കും അങ്ങോട്ട് ഇട്ട് കൊടുത്തതെന്ന് ചോദിക്കുമ്പം വേറെ ആരാ, എൻ്റെ രണ്ടാനമ്മ തന്നെയായിരിക്കും, എൻ്റെ രണ്ടാനമ്മയ്ക്ക് അത് തീരെ ഇഷ്ടമാവണില്ലല്ലോ കരുണേനെ കൊണ്ട് നമ്മൾ ജോലി എടുപ്പിക്കണം, അതുകൊണ്ട് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ചേർന്ന് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി അത് നിർത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ വീഡിയോ ഇട്ട് കൊടുത്തത്, അവർക്കറിയില്ലല്ലോ പ്രതാപൻ ഇതിനെതിരെ ഒന്നും മിണ്ടില്ല എന്ന്. എന്തായാലും അമ്മ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു, അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടെന്ന് പറയുമ്പോൾ കണ്ണം പറയുന്നുണ്ട്, അതൊന്നും എന്താ കാര്യമാക്കണ്ട, പിന്നെ വേറൊരു വിശേഷമുണ്ട്, അടുത്ത ദിവസമല്ലേ തൻ്റെ അമ്മയുടെ പിറന്നാളെന്ന്. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, നേരമല്ല കണ്ണേട്ട, കഴിഞ്ഞ പിറന്നാളിനല്ലേ കരുണയുടെ അച്ഛനും മുത്തശ്ശിയും ചേർന്ന് നമ്മളെ വിഷം തന്ന് കൊല്ലാൻ നോക്കിയത്, അന്ന് ഭാഗ്യത്തിന് നമുക്കൊന്നും സംഭവിച്ചില്ലെങ്കിലും കരുണയുടെ കുഞ്ഞ് പോയിന്ന്. ആ സമയം കണ്ണം പറയുന്നുണ്ട്, അത് നമ്മളുടെ കുറ്റം കൊണ്ടല്ലല്ലോ, അവളുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കയ്യിലിരിപ്പ് കൊണ്ടല്ലേ, എന്തായാലും തൻ്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ വേണം കണ്ണേട്ട, ഇതിനു മുമ്പ് ഒരിക്കലും അമ്മ പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല, അതിനാരും അവിടെ തയ്യാറായിട്ടില്ല, അമ്മയുടെ പിറന്നാൾ ദിവസം ഞാനും അമ്മയും അമ്പലത്തിൽ പോയി വഴിപാട് നടത്തും, അതുപോലെ ഒരു പായസവും വയ്ക്കും, അത്രേ ഉള്ളൂ, അല്ലാതെ കരുണയുടെ പിറന്നാളിന് മാത്രം അവിടെ ആഘോഷം ഉണ്ടായിട്ടുള്ളൂ. ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട്, ഇനി എന്തായാലും അതിനൊരു മാറ്റം വരണം, തൻ്റെ അമ്മയുടെ ഇനിയുള്ള എല്ലാ പിറന്നാളും നമ്മൾ ഗംഭീരമായി തന്നെ ആഘോഷിക്കും, അത് കണ്ട് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കുറച്ചും കൂടി വിഷമിക്കട്ടെ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനാണെങ്കിൽ ഫോൺ എടുത്ത് കരുണയെ വിളിക്കുന്നുണ്ട്. കരുണ ഫോൺ എടുത്തതും എന്താ അച്ഛാന്ന് ചോദിക്കുമ്പം മോളാണ് അവിടുത്തെ എല്ലാ ജോലിയും ചെയ്യണേന്ന് ചോദിക്കുമ്പം അതൊക്കെ എന്തിനാ ഇപ്പം അച്ഛനെ അറിയണേ, എന്തായാലും ഞാൻ എൻ്റെ ജോലികൾ ചെയ്തോളാം എന്ന് പറയുമ്പം അല്ല മോള് പേരെ തുടയ്ക്കണ വീഡിയോ ദുർഗ ഞങ്ങൾക്ക് ഇട്ട് തന്നിരുന്നു എന്ന് പറയുമ്പം എപ്പോൾ അമ്മ ഇട്ട് തന്നത്, അമ്മയോട് ഞാൻ ഇതിലൊന്നും ഇടപെടണ്ടെന്നാലോ പറഞ്ഞത്, പിന്നെ എന്തിനാ അമ്മ ആ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഇട്ട് തന്നേന്ന് ചോദിക്കുമ്പം ഞങ്ങളായിട്ട് എന്തെങ്കിലും പരിഹാരം കാണാൻ വേണ്ടിയിട്ടായിരിക്കും, എന്തായാലും അത് കണ്ടിട്ട് മോളുടെ മുത്തശ്ശിക്ക് ഒട്ടും സഹിച്ചിട്ടില്ല, മുത്തശ്ശി എപ്പോഴും സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, എനിക്കത് ഇഷ്ടമായിട്ടൊന്നും അല്ല അച്ഛാ, പിന്നെ എൻ്റെ ഗതികേട് കൊണ്ട് ഞാൻ ചെയ്യണതാ, ആ ലക്ഷ്മിയും കണ്ണനും കൂടെ കൂടി ഇതും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക,
അവർ പറയും പോലെയൊക്കെ ഞാൻ അനുസരിച്ചില്ലെങ്കിൽ അച്ഛനെ ജയിലിൽ കയറ്റുമെന്നാണ് പറയണത്. അതുമാത്രമല്ല ഉണ്ണിയേട്ടനോടും അമ്മേനോടും സത്യങ്ങൾ പറയുമെന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുക. പിന്നെ ഇവിടെ ഉണ്ണിയേട്ടനും അമ്മയ്ക്കൊക്കെ നല്ല സംശയമുണ്ട്. എന്താ മോളെ, ഞാൻ അവരുടെ അച്ഛനെ കൊന്നത് അറിഞ്ഞു എന്ന് ചോദിക്കുമ്പം അതല്ല അച്ഛാ, ഞാൻ ലക്ഷ്മിയും കണ്ണനും പറയണതെല്ലാം അനുസരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അല്ലെങ്കിൽ ഞാൻ ലക്ഷ്മി എന്ത് പറഞ്ഞാലും അതൊന്നും അനുസരിക്കാറില്ല. അതുമാത്രമല്ല അവർക്ക് നല്ല രീതിയിൽ മറുപടിയും കൊടുക്കാറുണ്ട്. ഇപ്പം ഞാൻ അവരെന്ത് പറഞ്ഞാലും മിണ്ടാറില്ലാത്തതുകൊണ്ട് ഉണ്ണിയേട്ടനും ഉണ്ണിയേട്ടൻ്റെ അമ്മയും ഭയങ്കര സംശയത്തിലാണ് നിൽക്കണേന്ന്. ആ സമയം പ്രതാപൻ പറയുന്നുണ്ട്, എന്തായാലും ഇനി ഫോണിൽ കൂടെ അധികം സംസാരമൊന്നും വേണ്ട, മോളെ എത്രയും പെട്ടെന്ന് വീട് വരെ ഒന്ന് വാ, നമുക്ക് ഒന്ന് സംസാരിക്കണം. എന്തായാലും ഇനി ആ കണ്ണനെയും മഹാലക്ഷ്മിയെയും അങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റില്ല എന്ന്. വീട് കാണിക്കുന്നത് പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ്. പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് പറയുന്നുണ്ട്, മോളെ വിളിച്ചിട്ട് മോൾ എന്താടാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ മോളാകെ സങ്കടത്തിലാണ് അമ്മേ, മോൾക്ക് അവരെ എതിർക്കാനും പറ്റില്ല, എതിർത്താൽ എന്നെ ജയിലിലേക്ക് വിടുമെന്ന് അവർ ഭീഷണിപ്പെടുത്തണേന്ന്. ആ സമയം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ആ കണ്ണനെയും മഹാലക്ഷ്മിയും ഇല്ലാതാക്കണോടാ, നീ ആദ്യം തന്നെ ആ വാമനെ വിളിക്കുക, വാമനല്ലേ ഈ പ്രശ്നത്തിനൊക്കെ കാരണം. അവിടുത്തെ വിശ്വനാഥനെ കൊല്ലിക്കുകയും ചെയ്തു, എന്നിട്ട് വിശ്വനാഥൻ്റെ മകനെയും കൊണ്ട് നിൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇതിന് പരിഹാരം കാണേണ്ടത് വാമദേവൻ തന്നെയാണ്. അതുകൊണ്ട് നീ ആ വാമദേവനെ ഒന്ന് പോയി കാണുന്നു. അങ്ങനെ പ്രതാപൻ ഞാൻ ഇന്ന് തന്നെ അയാളെ പോയി കാണാമെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വാമദേവനാണ് ഈ പ്രതാപനെയും കാത്തിരിക്കുകയാണ്. ആ സമയത്ത് പ്രതാപൻ ചെന്നതും എന്താടാ പ്രതാപ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം എന്ത് പ്രശ്നമുണ്ടോയെന്നാണ് നിങ്ങൾ ചോദിക്കണേ, എൻ്റെ കുഞ്ഞ് അവിടെ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് പറയുമ്പം കരുണ വീട്ടുജോലി ചെയ്യണമെന്നല്ലേ ഉള്ളൂ, അല്ലാതെ വേറെ കഷ്ടപ്പാടൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ മോളെ ഞാൻ വീട്ടുജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ല കമലേശ്വരത്തേക്ക് പറഞ്ഞു വിട്ടത്, വീട്ടുജോലി ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുത്തിയെ പറഞ്ഞു വിട്ടിരുന്നു, ആ ലക്ഷ്മിയെ. പക്ഷേ ഇപ്പോൾ അവൾ വീട്ടുജോലി എൻ്റെ മോളെയും കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് മഹാറാണീനെ കൂട്ടി അവിടെ ജീവിക്കണം. അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. എൻ്റെ മോള് അവിടെ അടിക്കലും വയറലും തുടക്കലൊക്കെ നടത്തുന്നത് ആ വീഡിയോ ദുർഗ ഇട്ട് തന്ന് കണ്ടതും അമ്മയാണെങ്കിൽ ഭയങ്കര കരച്ചല്ല, അമ്മയ്ക്ക് അത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, അതിനി നമ്മൾ എന്ത് ചെയ്യാനാ, അത് കണ്ണൻ്റെ തീരുമാനമാണെന്നാണ് മഹാലക്ഷ്മി പറഞ്ഞതെന്ന്. ആ സമയം ഈ പ്രതാപം പറയുന്നുണ്ട്, എന്തായാലും വാമേട്ടൻ പെട്ടെന്ന് തന്നെ ഒരു മാവ് വെട്ടാൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി വെച്ചോ, ആ മഹാലക്ഷ്മിയെ അടുത്ത് തന്നെ ഞാൻ കത്തിക്കും, ഇനി ഞാൻ അവളെ ജീവിക്കാൻ വിടൂല എന്ന്. അന്നേരം വാമദേവൻ പറയുന്നുണ്ട്, അതൊക്കെ വലിയ പ്രശ്നമാണ് അവിടെ പ്രതാപ, ഇപ്പം തന്നെ നമ്മൾ എത്ര പ്രാവശ്യം ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു, അതെല്ലാം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല മാർക്കോയുടെ കയ്യിൽ നിന്ന് കണക്കിന് നമുക്ക് കിട്ടുകയും ചെയ്തു. ഇപ്പം തന്നെ നീ കണ്ണൻ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ വേഷം മാറിപ്പോയിട്ട് മാർക്കോയുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയില്ലേ, അതുപോലെ തന്നെ എനിക്കും കിട്ടി മാർക്കോയുടെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് എനിക്ക് കുറച്ച് പേടിയുണ്ടെന്ന് പറയുമ്പം വാമേട്ടനക്ക് പേടിയാണെങ്കിൽ വാമേട്ടൻ പേടിച്ചിരുന്നോ, എന്തായാലും ഇനി കണ്ണനെയും മഹാലക്ഷ്മിയും അധിക കാലം ഞാൻ ഈ ഭൂമിയിൽ വച്ചേക്കില്ല. എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തെ സന്തോഷം എനിക്ക് ഏറ്റവും വലുത്, എൻ്റെ മോള് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്തതെന്ന്. ആ സമയത്ത് വാമദേവനാണെങ്കിൽ ഒരു പെട്ട അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, വാമേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയാനാ പ്രതാപമെന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, എനിക്കോ എൻ്റെ മോൾക്കോ എന്തെങ്കിലും ഒരു ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൊട്ടേഷൻ തന്നത് വാമേട്ടനാന്നുള്ള സത്യം എല്ലാവരും അറിയും. പിന്നെ അറിയാലോ വാമേട്ടൻ്റെ അവസ്ഥ എന്താവുമെന്ന്. ഇപ്പോൾ വാമേട്ടനും വാമേട്ടൻ്റെ കുടുംബവും ജീവിക്കുന്നത് തന്നെ കണ്ണൻ വാമേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് മാസം ഇട്ട് തരുന്ന പൈസ വെച്ചിട്ടാ. ഈ സത്യം കണ്ണനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 5 പൈസ അവൻ തരൂല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ മോളുടെ സങ്കടം മാറാനുള്ള എന്തെങ്കിലും ഒരു മാർഗ്ഗം വാമേട്ടൻ കണ്ടെത്തണമെന്ന്. ഈ സമയത്ത് വാമദേവനാണ് ഈ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതിപ്പോൾ അച്ഛനും മോളും കൂടി എൻ്റെ ജീവൻ എടുക്കുമെന്നാണ് തോന്നണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണയാണെങ്കിൽ പ്രതാപൻ്റെ അടുത്തേക്ക് വന്നേക്കാണ്. കരുണ പ്രതാപനോട് പറയുന്നുണ്ട്, അച്ഛാ ഇത് സഹിച്ച് എനിക്കിനി അവിടെ നിൽക്കാൻ പറ്റില്ല, രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള സർവ്വ പണിയും എന്നെയും കൊണ്ടാണ് ചെയ്യിപ്പിക്കണേ, അമ്മ ചെയ്യാമെന്ന് പറഞ്ഞാലും ലക്ഷ്മി അതിന് സമ്മതിക്കൂല. അന്നേരം പ്രതാപൻ ചോദിക്കുന്നുണ്ട്, അതിന് ദുർഗ ചെയ്യണേന് ലക്ഷ്മിക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പം അത് അച്ഛൻ കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നില്ലേ, അതിന് പ്രതികാരമായിട്ട് അവരെന്നെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തണതാ, അല്ലെങ്കിൽ അച്ഛനെ ജയിലിലേക്ക് വിടുമെന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുകയെന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, അതിനെന്താ മോളെ, ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ്, അതുകൊണ്ട് മോള് പണിയൊന്നും എടുക്കണ്ടെന്ന് പറയുമ്പോൾ അതൊന്നും ശരിയാവില്ല അച്ഛാ, അച്ഛൻ ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും, എനിക്കിപ്പോൾ കമലേശ്വരത്തെ എങ്ങനെയെങ്കിലും പിടിച്ച് നിന്നേ പറ്റൂ. സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, അതെന്തിനാ മോൾ അവിടെ കഷ്ടപ്പെട്ട് നിൽക്കണേ, മോൾക്ക് ജീവിക്കാനുള്ള സമ്പാദ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പം അച്ഛനിത് എന്തറിഞ്ഞിട്ടാണ് പറയണേ, ഇനിയിപ്പോൾ കണ്ണേട്ടൻ അച്ഛനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേസ് നടത്താനൊക്കെ ഒരുപാട് രൂപ വേണ്ടി വരും, അതോടുകൂടി അച്ഛൻ്റെ സമ്പാദ്യമൊക്കെ തീരും, പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും അച്ഛാന്ന്. ആ സമയം പ്രതാപൻ പറയുന്നുണ്ട്, അത് മോള് പറഞ്ഞത് നേരെ, എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിനൊരു പ്രതിവിധി കണ്ടേ പറ്റൂ, ഇനി ആ കണ്ണനും മഹാലക്ഷ്മിയും ഈ ഭൂമിയിൽ വേണ്ട, കണ്ണന് കൈ പിടിച്ചു കൊടുത്താൽ ഞാൻ തന്നെ ആ മഹാലക്ഷ്മിയെ അവൻ്റെ കൺമുന്നിൽ നിന്നും മാറ്റും, അതിന് ഇനി അധികം താമസമൊന്നുമില്ല, എന്തായാലും മോള് സമാധാനമായിട്ട് പോക്കോ, ഇനി എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണ് നിറയാൻ ഇടവരില്ല എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, എനിക്കങ്ങനെ വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഇതിനു മുമ്പ് പല പ്രാവശ്യം അച്ഛൻ കണ്ണനെ മഹാലക്ഷ്മിയും കൊന്നുവെന്നും മഹാലക്ഷ്മി മരിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് പ്രാവശ്യം സന്തോഷിച്ചതാണ്, പക്ഷേ സന്തോഷത്തിന് അവസാനം നമുക്ക് സങ്കടം ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കണില്ല അച്ഛാന്ന്. ആ സമയം പ്രതാപൻ പറയുന്നുണ്ട്, ഇതിനു മുമ്പുള്ളതുപോലെ ഒന്നും അല്ല മോളെ കാര്യങ്ങൾ, ഇപ്പം ഞാൻ
രണ്ടും കൽപ്പിച്ച് തന്നെ നിൽക്കണേ. ഇനി ഞാൻ പിന്നോട്ടില്ല, എന്ത് വന്നാലും വേണ്ടില്ല, ജയിലിൽ പോകേണ്ട വന്നാലും കുഴപ്പമില്ല, ആ മഹാലക്ഷ്മിയെ ഞാൻ ഇല്ലാണ്ടാക്കുമെന്ന്. അങ്ങനെ കരുണ ഈ പ്രതാപൻ്റെ ഉറപ്പിൽ വീട്ടിലോട്ട് പോകുന്നുണ്ട്. വീട്ടിൽ ചെന്നതും മഹാലക്ഷ്മി കരുണയോട് ചോദിക്കുന്നുണ്ട്, നീ ഇതെവിടെ പോയതാടിയെന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്ന് വീട് വരെ പോയതാന്ന് പറഞ്ഞു. അന്നേരം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വീട്ടിൽ പോകണമെങ്കിൽ എന്നോട് അനുവാദം ചോദിക്കണം, എന്നോട് അനുവാദം ചോദിക്കാതെ ഇവിടുന്ന് എങ്ങും പോകരുതെന്ന്, പിന്നെ എന്തിനാടി നീ പോയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അനുവാദം ചോദിക്കാൻ നോക്കിയപ്പോൾ ലക്ഷ്മിയെ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പോയത്, ഞാൻ പോയിട്ട് ഇപ്പോൾ തന്നെ വന്നില്ല, പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഇനി ഒരിക്കൽ കൂടി നീ ഇതുപോലെ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പെരുമാറുമെന്നൊന്നും പറയാൻ പറ്റില്ല. സമയത്ത് കരുണ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നീ ഇനി അധിക നാളൊന്നും എന്നോട് പെരുമാറാനുണ്ടാവില്ലടി, നിന്നെ അടുത്ത ദിവസം തന്നെ എൻ്റെ അച്ഛൻ കത്തിച്ചിരിക്കുമെന്ന്. ഇത് കാണിക്കുന്നത് കണ്ണനെ മഹാലക്ഷ്മിനെയാണ്. കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, തൻ്റെ അമ്മയ്ക്കുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങിയില്ലോ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ കണ്ണേട്ട എല്ലാം വാങ്ങിയിട്ടുണ്ട്, എന്നാൽ നമുക്കിത് രാവിലെ തന്നെ അമ്മക്ക് കൊണ്ടുപോയി കൊടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ ഞാനത് കണ്ണേട്ടനോട് പറയാനിരിക്കുമായിരുന്നു, ഞാനിപ്പോൾ റെഡിയായി വന്നതാ, ഇപ്പം തന്നെ നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ എന്നാൽ വാ നമുക്ക് പോയി അമ്മയ്ക്ക് സമ്മാനമൊക്കെ കൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിയും പോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ മോഹിനിയാണെങ്കിൽ ലക്ഷ്മി മോൾ ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മുൻവശത്തിരിക്കുന്ന സമയത്താണ് കണ്ണൻ്റെ കാർ അങ്ങോട്ട് വരുന്നത്. കണ്ണൻ്റെ കാറ് കണ്ടതും മോഹിനിയാണെങ്കിൽ മോളും കണ്ണനും വന്നു എന്നും പറഞ്ഞ് സന്തോഷത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പം പ്രതാപൻ്റെ അമ്മ ഇത് കാണുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എൻ്റെ കരുണമോൾ വരുമ്പോൾ നിനക്ക് ഈ സന്തോഷമൊന്നും ഇല്ലല്ലോടി, നിൻ്റെ മൂത്ത സന്തതി വരുമ്പോൾ മാത്രമല്ലോ നിനക്ക് സന്തോഷമുള്ളൂ എന്ന് പറയുമ്പം അമ്മ എന്തിനീ ആവശ്യമില്ലാത്തതൊക്കെ പറയണേന്ന് ചോദിച്ചുകൊണ്ട് മോഹിനിയാണെങ്കിൽ കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് എന്നിട്ട് വാ മക്കളെ അകത്തേക്ക് കയറി വാന്ന് പറയുമ്പം ഇല്ല അമ്മേ ഞങ്ങളിപ്പോൾ അകത്തേക്കൊന്നും കയറണില്ല, ഞങ്ങൾ അമ്മയെ കണ്ട് ഈ സമ്മാനമൊക്കെ ഒന്ന് തന്നിട്ട് പോകാൻ വേണ്ടി വന്നതാന്ന് പറയണം. അങ്ങനെ മഹാലക്ഷ്മി കയ്യിലിരുന്ന ആ ഒരു കിറ്റ് മോഹിനിക്ക് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് പ്രതാപൻ്റെ അമ്മ അങ്ങോട്ട് ചെന്നിട്ട് മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, ഓ നീ നിൻ്റെ അമ്മേനെ കെട്ടിച്ചു വിടാനാണോടി ഇതുപോലെ സമ്മാനം മേടിച്ചുകൊണ്ട് വന്നേന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം, പ്രായത്തിന് മുതിർന്നതായതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തതെന്ന് പറയുമ്പം അല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടി, എൻ്റെ കരുണമോളെ നീ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുമല്ലേ എന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങളുടെ വായ അടച്ചോ, നിങ്ങളുടെ വായ ഇനി അധികം തുറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോൻ അടുത്ത സെക്കൻഡിൽ ജയിലിലെത്തും, അറിയാലോ എൻ്റെ അച്ഛനെ കൊന്നിട്ട് ഞാൻ അയാളെ വെറുതെ വിട്ടതാ, ഇനി എന്നെയും കൊണ്ട് അയാളെ ജയിലിൽ കയറ്റിക്കരുതെന്ന്. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ആകെ ഭയത്തോടുകൂടി ഇങ്ങനെ കണ്ണനെ മഹാലക്ഷ്മിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.